ശ്രീമദ് ഭാഗവതം സംവാദ രൂപത്തിലാണ് ആരംഭിച്ചത് എന്ന് നമ്മളിതാ തുടക്കത്തിൽ പറഞ്ഞു. ഏതൊരു അറിവ് നമുക്ക് ലഭിക്കണമെങ്കിലും സംവാദം, സത്സംഗങ്ങളിലൂടെയാണ് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുക. ആ ഭഗവത് ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്ന സമയത്ത് തന്നെ മനസ്സ് ശുദ്ധമായി തീരും. അപ്പോൾ ഭഗവത് സംബന്ധമായ ചോദ്യങ്ങളാണെങ്കിലോ കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിച്ചു തുടങ്ങും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ഭാഗവത പഠനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ 2-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 5-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് ആ ശ്ലോകം നോക്കാം. പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം. മുനയ സാധുപൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യത്കൃത കൃഷ്ണസംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. ഒന്നുകൂടി നോക്കാം. മുനയ സാധുപൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യത്കൃത കൃഷ്ണസംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. ഇവിടെ ഈ ശ്ലോകങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൃഷ്ടോഹം, അതായത് അവിടെ പ്രശ്ലേഷനായിട്ട് ഒരു എഫ് പോലെയുള്ള ചിഹ്നം കാണാം. അപ്പം അഹം എന്നാണ്, അത് ഒന്നിച്ച് ആണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. മുനയഹ സാധു പൃഷ്ടോഹം. പൃഷ്ടോഹം എന്ന് ഒറ്റവാക്കായിട്ടല്ല, പൃഷ്ടോ അഹം. അത് രണ്ട് വേറെയാണ് പാരായണം ചെയ്യുന്നതെന്നും തോന്നരുത്. എന്നാൽ അത് ഒറ്റവാക്കായിട്ട് പൃഷ്ടോഹം എന്ന് അങ്ങനെയും പറയാൻ പാടില്ല. അപ്പോൾ അത് അങ്ങനെ അതൊക്കെ ക്രമേണ പാരായണം ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യങ്ങളൊക്കെ ഭംഗിയായി തീരും. ഇനി നമുക്കിതിൻ്റെ ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. മുനയഃ ഭവദ്ഭി അഹം സാധു പൃഷ്ടഃ യത്കൃതഃ കൃഷ്ണ സംപ്രശ്നഃ ലോകമംഗളം യേന ആത്മാ സുപ്രസീദതി. നമുക്കൊന്നുകൂടി അന്വയം നോക്കാം. മുനയഃ ഭവദ്ഭി അഹം സാധു പൃഷ്ടഃ യത്കൃതം കൃഷ്ണ സംപ്രശ്നഃ ലോകമംഗളം യേന ആത്മാ സുപ്രസീദതി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. മുനയഃ സാധു പൃഷ്ടഃ അഹം ഭവദ്ഭി ലോകമംഗളം യത്കൃതഃ കൃഷ്ണസംപ്രശ്നഃ യേന ആത്മാ സുപ്രസീദതി. ഒന്നുകൂടി നമുക്ക് പദങ്ങളായിട്ട് നോക്കാം. മുനയഃ സാധു പൃഷ്ടഃ അഹം ഭവദ്ഭി ലോകമംഗളം യത്കൃതഃ കൃഷ്ണസംപ്രശ്നഃ യേന ആത്മാ സുപ്രസീദതി. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. മുനയഃ മഹർഷികളെ, സാധുപൃഷ്ടഃ നല്ലതായി ചോദിക്കപ്പെട്ടവൻ, ഭവദ്ഭി നിങ്ങളാൽ, ലോകമംഗളം ലോകത്തിന് മംഗളകരമായ, കൃഷ്ണസംപ്രശ്നഃ കൃഷ്ണനെക്കുറിച്ചുള്ള ചോദ്യം, യേന ഏതുകൊണ്ട്, ആത്മാവ് സുപ്രസീദതി വളരെ പ്രസന്നമാകുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ശുദ്ധമായ ചോദ്യങ്ങൾ സ്വയം തന്നെ ആത്മശുദ്ധിയുടെ വഴി തുറക്കുകയാണ്. ഭാഗവതം ഉത്തരങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നില്ല, ചോദ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അറിവ് എങ്ങനെയാണ് നേടുക? ആ അറിവിനെ അന്വേഷിച്ച് പോകണം. അപ്പം ചോദ്യം ചോദിച്ചുകൊണ്ട് വേണം നമ്മൾ ജീവിക്കാൻ. ഏതെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ കേട്ട് അതുപോലെ ജീവിക്കുകയല്ല വേണ്ടത്, അത് അറിഞ്ഞിട്ട് വേണം ജീവിക്കാൻ. തുറന്നുള്ള തത്വങ്ങളെല്ലാം മുന്നോട്ട് പോകുന്തോറും ഒരുപാട് തത്വങ്ങൾ നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, നമ്മളൊക്കെ തീരുമാനം എടുക്കുന്നത് അത് ശരിയായ രീതിയിലാണോ നമ്മൾ തീരുമാനം എടുക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം ഗുണമുണ്ടായിത്തീരും. ഇപ്പോൾ നമ്മൾ ക്ലേശം അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താ? നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടും സാധിക്കും. അതാണ് ഭാഗവത തത്വങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് ജീവിതത്തിലും കൂടി അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ മുമ്പത്തെ വീഡിയോകളെല്ലാം കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനലിൽ ഭാഗവത പഠനം എന്ന പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറിയാൽ എല്ലാ വീഡിയോകളും കാണാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.